ശംഖുമുഖത്താണ്. ശംഖുമുഖം കടൽ മേഖലയാണ്, കടലിന്റെ തീരപ്രദേശമാണ്. അവിടെയും മുന്നറിയിപ്പുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കടക്കം വലിയ മുന്നറിയിപ്പ് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. മിഥുൻ, ശംഖുമുഖത്ത് എങ്ങനെയുണ്ട് മിഥുൻ? കടൽ കയറിയോ? കടൽ കയറുന്ന പശ്ചാത്തലമുണ്ടോ? ഒപ്പം മത്സ്യത്തൊഴിലാളികളൊന്നും ഇന്ന് മത്സ്യബന്ധനത്തിന് പോയി കാണില്ലല്ലോ. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, തീർച്ചയായും കടൽക്ഷോഭം അതിരൂക്ഷം തന്നെയാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഇവിടേക്ക് ആരെയും കടത്തിവിടാത്ത രീതിയിൽ ബീച്ചാണ്. കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന മേഖല കൂടിയാണ്. കടൽ ഇത്രയും അധികം കയറിക്കിടക്കുകയാണ്. അതായത് നമുക്ക് നേരത്തെ ഈ വേനൽക്കാലമായിരുന്ന സമയത്തൊക്കെ തന്നെ നിരവധി ആളുകൾക്ക് ഇവിടേക്ക് വരാനും ആസ്വദിക്കാനും ഒക്കെ പറ്റുന്ന ഒരു പ്രദേശം കൂടിയായിരുന്നു ശംഖുമുഖം ബീച്ച്. എങ്കിൽ ഇപ്പോൾ കടൽ പൂർണ്ണമായും കയറിക്കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷം, അതിരൂക്ഷമായ തിരമാല, ഒപ്പം തന്നെ മത്സ്യബന്ധന ബോട്ടുകളൊക്കെ തന്നെ കരക്കടുപ്പിച്ചിട്ടേക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കാരണം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വലിയ കടൽക്ഷോഭം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ ഒന്നും തന്നെ കടലിലേക്ക് പോകരുത്, മത്സ്യബന്ധനത്തിനായി പോകരുത് എന്നുള്ളൊരു നിർദ്ദേശം കർശനമായി ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇത് സംബന്ധിച്ചുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും ആരും ഇന്ന് മത്സ്യബന്ധനത്തിനായിട്ട് പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ആശ്വാസകരമായിട്ടുള്ളത്. ഒപ്പം തന്നെ അതിരൂക്ഷമായി തന്നെ ഇവിടേക്ക് കടൽ കയറി വരുന്നതാണ് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. കൂടാതെ വലിയ മഴ ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. കൂടാതെ തൊട്ടിപ്പുറത്ത് എയർപോർട്ടാണ്. അവിടെ അതിരൂക്ഷമായ രീതിയിൽ റൺവേയിലടക്കം വലിയ രീതിയിൽ വെള്ളം കെട്ടുണ്ടാകാനുള്ള ഒരു സാഹചര്യമുണ്ട്. മുൻകാലങ്ങളിലൊക്കെ വലിയ രീതിയിൽ മഴ പെയ്യുന്ന സമയത്ത് റൺവേ അടക്കം മൂന്ന് തരത്തിലേക്ക് പോയിരുന്നു. പക്ഷേ അല്പസമയത്തിന് മുമ്പ് നമ്മൾ ആ പ്രദേശത്ത് രഞ്ജിത്ത് പോയിരുന്നു. അവിടെയൊക്കെ തന്നെ വെള്ളം കെട്ട് അതിരൂക്ഷമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ വെള്ളം ഒഴുകി പോകുന്നതിന് വേണ്ടിയുള്ള സംവിധാനം അത് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആ രീതിയിലേക്ക് ഒരു റൺവേ അടക്കം മൂന്ന് തരത്തിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ കൂടുതൽ ആളുകൾ മുൻകാലങ്ങളിൽ എത്തിക്കൊണ്ടിരുന്ന പ്രദേശം കൂടിയാണ്. ഇവിടെ കൂടുതൽ പ്രദേശങ്ങൾ കടലെടുത്തിട്ടുണ്ട്. മണ്ണടക്കം ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് വരും ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ ഉണ്ടാകാനുള്ള സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് വിനോദസഞ്ചാരികൾ ഒന്നും തന്നെ ഇവിടേക്ക് വരരുത് എന്നുള്ളൊരു നിർദ്ദേശമാണ് അധികൃതർ മുന്നോട്ട് വെക്കുന്നത്. ഒരു കാരണവശാലും ബീച്ചിലേക്ക് ഇറങ്ങാൻ പാടില്ല. കാരണം ഇതിനു വേണ്ടിയുള്ള ഒരു സെക്യൂരിറ്റി സംവിധാനങ്ങളോ അതൊന്നും തന്നെ ഈ ബീച്ചിന്റെ ഭാഗത്തില്ല എന്നുള്ളത് തന്നെയാണ്. ഇവിടേക്ക് ഇറങ്ങരുത് എന്ന് അത് പറയുന്നതിന് വേണ്ടി, അതിന് നിർദ്ദേശം നൽകുന്നതിന് വേണ്ടി ആരും ഹോം ഗാർഡോ അങ്ങനെയുള്ള ആളുകളോ ഒന്നും തന്നെ ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ആരും ശംഖുമുഖം ബീച്ചിലേക്ക് വരരുത് എന്നുള്ള ഒരു കാര്യമാണ് ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ബീച്ചിലേക്ക് ഇറങ്ങാൻ പാടില്ല. ഇവിടെ അത് പറഞ്ഞു തരാൻ ആരും ഇല്ല എങ്കിൽ പോലും തന്നെ അത്തരത്തിൽ കർശനമായിട്ടുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും മത്സ്യത്തൊഴിലാളികൾ ആരും തന്നെ മത്സ്യബന്ധനത്തിനായിട്ട് പോയിട്ടില്ല. കടൽ ശാന്തമാകുന്നതുവരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും അതിരൂക്ഷമായിട്ടുള്ള മഴ തിരുവനന്തപുരം നഗരഹൃദയത്തിലൊക്കെ തന്നെ ഇപ്പോഴും കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് രഞ്ജിത്ത് മഴ ആരംഭിച്ചത്. ഒപ്പം തന്നെ കഴക്കൂട്ടടക്കമുള്ള മേഖലയിലൊക്കെ തന്നെ ഇപ്പോഴും മഴ നിർത്താതെ പെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഓറഞ്ച് അലേർട്ടാണ് നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എങ്കിൽ പോലും തന്നെ വരും മണിക്കൂറുകളിൽ പുതിയ അലർട്ടുകൾ വരേണ്ടതായിട്ടുണ്ട്. അതിൽ ഒരുപക്ഷെ തിരുവനന്തപുരം അടക്കമുള്ള ജില്ല അതിതീവ്ര മഴയുടെ സാഹചര്യം കണക്കിലെടുത്ത് ഏതാണ്ട് 2 മണിക്കൂറായി ഈ നഗരത്തിൽ തുടർച്ചയായി, ഇന്നലെ രാത്രി വലിയ മഴയുണ്ടായിരുന്നു. നമ്മുടെ കഴക്കൂട്ടത്തും ആക്കുളത്തൊക്കെ വലിയ മഴയുണ്ടായിരുന്നു. നഗരത്തിൽ ഏതാണ്ട് 2 മണിക്കൂറായി തുടർച്ചയായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു കേവലം വേനൽ മഴ എന്നതിനപ്പുറമുള്ള പ്രതീതി ജനിപ്പിക്കുന്നുണ്ട്. ഒരു കാലവർഷത്തിന്റെയൊക്കെ തുടക്കമാണോ എന്നൊക്കെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, മഴക്കാല പൂർവ്വ ശുചീകരണമൊന്നും പൂർത്തിയാകാത്ത ഒരു നഗരമാണ് തിരുവനന്തപുരം. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ല. നഗരസഭയുടെയൊക്കെ അനാസ്ഥ ജനം ഇപ്പോൾ നന്നായി അനുഭവിക്കുന്നുണ്ട്. അതുതന്നെയാണോ സംഭവിക്കുന്നത്? ഈ വെള്ളം കയറുന്ന പശ്ചാത്തലം ഒരുങ്ങുന്നുണ്ടോ? മാലിന്യത്തിന്റെ പ്രശ്നമുണ്ട്. അങ്ങനെ ഈ മഴക്കാലവും തിരുവനന്തപുരം നിവാസികൾക്ക്, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലൊക്കെ എത്തുന്നവർക്ക് ദുരിതമയമായിരിക്കും എന്ന് തന്നെ മനസ്സിലാക്കണ്ടേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം നമുക്കറിയാം, ഓപ്പറേഷൻ അനന്ത പോലുള്ള ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതി അത് ആവിഷ്കരിച്ചിരുന്നു. പക്ഷെ അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം മഴയ്ക്ക് ഏതെങ്കിലും തരത്തിലൊരു ശമനം ഉണ്ടായാൽ മാത്രമേ ഇവിടെ നിന്ന് ഡ്രെയിനേജ് സംവിധാനം വഴി വെള്ളത്തിന് ഒഴുകിപ്പോകാൻ സാധിക്കുകയും ചെയ്യൂ. പക്ഷേ ഈ ഓടകളൊക്കെ തന്നെ മഴക്കാലമാകുന്നു എന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ട് പോലും തന്നെ അതിനുള്ള കൃത്യമായിട്ടുള്ള ഒരു നടപടികൾ അധികൃതർ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ്. ഇന്ന് രാവിലെ മുതൽ ഈ മഴ അതിരൂക്ഷമായതിനെ തുടർന്നാണ് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ പല ഓടകളും വൃത്തിയാക്കാനുള്ള
നടപടി അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത്രത്തെ അധികം വെള്ളം കുത്തിയൊലിച്ചെത്തുന്ന ആ ഒരു സാഹചര്യത്തിൽ വെള്ളം ഒഴുകിപ്പോകാൻ പറ്റാത്ത രീതിയിലേക്ക് ഡ്രെയിനേജ് സംവിധാനങ്ങൾ മാറുന്നു എന്നുള്ളത് തന്നെയാണ്. തിരുവനന്തപുരം നഗരത്ത് പ്രത്യേകിച്ച് നമുക്കറിയാം, ഒരു ചെറിയ മഴ വന്നാൽ പോലും തന്നെ റെയിൽവേ സ്റ്റേഷൻ, ഒപ്പം തന്നെ തമ്പാനൂർ ബസ് സ്റ്റാൻഡ് അടക്കമുള്ള പരിസരങ്ങൾ വെള്ളത്തിൽ മുങ്ങുന്ന കാഴ്ചയാണ്. മുട്ടറ്റത്തോളം വെള്ളമുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് പല കുറിയും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇത്തവണയും അതേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം രാവിലെ മുതൽ തന്നെ കഴിഞ്ഞ ദിവസം രാത്രി തുടങ്ങിയ മഴയാണ്. ഇവിടെ ഒരു നിമിഷം പോലും, ഒരു മിനിറ്റ് പോലും മഴ തോന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കൂടാതെ തന്നെ നഗരപ്രദേശങ്ങളിൽ നമ്മൾ തന്നെ ഇതിലൊരു ക്യാമ്പയിൻ നടത്തിയിരുന്നു. അധ്യയന വർഷം ആരംഭിക്കാൻ പോകുന്നു, വിദ്യാർത്ഥികളൊക്കെ തന്നെ സ്കൂളിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ സ്കൂളുകൾ തുറക്കാനുള്ളത്. അതിനു മുമ്പ് തന്നെ ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കാൻ വേണ്ടി പല മേഖലകളിലും പ്രധാനപ്പെട്ട നഗരഹൃദയത്തിലുള്ള പ്രധാനപ്പെട്ട എല്ലാ റോഡുകളും കുഴിച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അവിടെയൊക്കെ തന്നെ കൃത്യമായി പണികൾ പുരോഗമിക്കുന്നുണ്ട് എങ്കിൽ പോലും തന്നെ അവസാന നിമിഷമായിട്ടും അതൊന്നും തന്നെ കൃത്യമായി പാലിക്കാൻ സർക്കാരിനോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിനോ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അവിടെയൊക്കെ ഈ മഴ പെയ്ത് എവിടെയാണ് കുഴി എന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇരുചക്ര വാഹനങ്ങളും ഒപ്പം തന്നെ കാറടക്കമുള്ള വാഹനങ്ങൾ അതിലേക്കൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് പോലും കൃത്യമായി അറിയാൻ സാധിക്കില്ല. കാരണം നമ്മൾ രാത്രിയിൽ വരുമ്പോൾ ഒരുപക്ഷെ അവിടെ ആ റോഡിന് ഒരു കുഴപ്പവും കാണത്തില്ല. പക്ഷെ പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ അവിടെ കുഴി രൂപപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവിടെയൊക്കെ കുഴിച്ചിട്ട് മറ്റു പണികളിലൊക്കെ ഏർപ്പെടുന്നത് നമ്മൾ കാണാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസം കഴിയുമ്പോഴും ഓരോ മേഖല തിരിച്ചാണ് അവിടെ ഈ ഒരു റോഡിന്റെ ഒപ്പം തന്നെ ഈ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ടുള്ള പണികൾ പുരോഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. അതിലേക്കൂടെയൊക്കെ വാഹന ഗതാഗതം അത് സഞ്ചാരി യോഗ്യമാക്കണമെന്നുള്ള ആവശ്യം നേരത്തെ തന്നെ അവിടുത്തെ ജനങ്ങളൊക്കെ തന്നെ നമ്മൾ നടത്തിയ ക്യാമ്പയിനിൽ കൂടി തന്നെ അവർ വ്യക്തമാക്കിയതാണ്. ഇനി മഴക്കാലം ആവുകയാണ്, അതിശക്തമായിട്ടുള്ള മഴ ലഭ്യമാകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. കൂടാതെ ബുധനാഴ്ചയോടുകൂടി ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം അതിരൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട്. അതിതീവ്ര ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും അതിശക്തമായ മഴ തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടാകാനുള്ള സാഹചര്യമാണ്. എന്തായാലും അലർട്ടുകൾ ഇനി വരും മണിക്കൂറുകളിലെ വരേണ്ടതായിട്ടുണ്ട്. ഏതാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ നിലവിൽ ഓറഞ്ച് അലർട്ടാണ്, റെഡ് അലർട്ടിലേക്ക് പോകുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയണം.